ഭാരതത്തിൽ ഏതൊരു പൗരനും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ കൂടെയുണ്ട്. ആ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദിജി കൂടെ നൽകി. ഓൾറെഡി സഭയ്ക്ക് ഇത് ബോധ്യപ്പെട്ടൊരു വിഷയമാണ്. അതിനകത്ത് സഭ ആവശ്യപ്പെടാതെ എന്തിനാ ഈ MLA-മാരും MP-മാരെല്ലാം കൂടെ അതിനകത്ത് പോയി ചാടിയത്? എൻ്റെ മുമ്പ് ഇരുന്നോട്ടൊരു സിസ്റ്റർ ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, എങ്ങനെയെങ്കിലും BJP-യുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ ഇതൊന്ന് പരിഹരിച്ചോട്ടെ എന്ന് എൻ്റെ മുമ്പിൽ പറഞ്ഞ സംഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതാണ് വിരോധാഭാസം. ഇവർ പറയുന്ന ഛത്തീസ്ഗഡിലെ പ്രശ്നം സംസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്വന്തം കോതമംഗലത്തും കൊട്ടാരക്കരയിലും നടക്കുന്ന വിഷയത്തെക്കുറിച്ച് ഇവർക്കാർക്കൊന്നും മിണ്ടാനില്ല. എന്നും ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കോൺഗ്രസ് 20 വർഷമായിട്ട് ഒരു ചെറുപ്പക്കാരനെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലല്ല. വേണ്ട 60 വയസ്സിനടുത്തായി ഇന്നും അദ്ദേഹം ചെറുപ്പക്കാരനാണ് അവരെ സംബന്ധിച്ച്. അതുപോലല്ല ഭാരതീയ ജനതാ പാർട്ടി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ 2 സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ അധികം വൈകാതെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ്. എത്രത്തോളം സജ്ജമാണ് BJP കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അംഗങ്ങൾ നേരിടുവാൻ? ഒട്ടേറെ വെല്ലുവിളികൾ അവർക്ക് മുന്നിലേക്ക് അടുത്ത ദിവസങ്ങളിലായി വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നീങ്ങുവാൻ അവരുടെ നേതൃത്വം സജ്ജമാണ് എന്ന് പറയുന്നുണ്ട്. അത് കൂടുതൽ അറിയാൻ നമുക്ക് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു ഛത്തീസ്ഗഡിലെ എക്സ്പീരിയൻസും? കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വളരെ വേഗത്തിൽ പാഞ്ഞെത്തുന്നു. കേരളത്തിലെ 2 കന്യാസ്ത്രീമാരായതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെ വേഗത്തിൽ ഒരു സ്റ്റെപ്പ് എടുക്കുന്നു. അതിനെ ചിലരൊക്കെ വിമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ജാമ്യം കിട്ടി, പുറത്തിറങ്ങി. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ആദ്യമുണ്ടായിരുന്ന വിമർശനങ്ങൾ കെട്ടടങ്ങുകയും ചെയ്തു. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഈ ഒരു വിഷയം വരുമ്പോൾ എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് 2017 അന്ന് ഞാൻ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയമാണ്. അന്ന് നമ്മുടെ ദേശീയ വിദേശകാര്യ മന്ത്രി ശ്രീമതി സുഷമ സ്വരാജ് ആയിരുന്നു. ഒരു ദിവസം എനിക്ക് അപ്രതീക്ഷിതമായി സുഷമാജിയുടെ OSD ഒരു കോൾ വന്നു. അനൂപ്, ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയെ അനൂപിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിടുകയാണ്. ആ കുട്ടിക്ക് നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ നരേന്ദ്രമോദിജിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, പ്രവർത്തിക്കണം, അതാണ് ആഗ്രഹം. ആ കുട്ടി എന്നെ വന്ന് കണ്ടു. ആ പെൺകുട്ടിയുടെ പേര് ഉസ്മ അഹമ്മദ് എന്നായിരുന്നു. ഈ ഉസ്മ അഹമ്മദ് എന്ന് പറഞ്ഞാൽ 2017 ഇപ്പോൾ ഒരു കഴിഞ്ഞിടയ്ക്ക് ജോൺ എബ്രാമിൻ്റെ ഒരു സിനിമ വന്നിരുന്നു, ഡിപ്ലോമാറ്റ്. അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഉസ്മ അഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയാണ്. ഈ ഉസ്മ അഹമ്മദ് മലേഷ്യയിലോ മറ്റോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാകിസ്ഥാനി ചെറുപ്പക്കാരനുമായി സ്നേഹത്തിലായി. ഈ പാകിസ്ഥാനി ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിൽ ചെന്നിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ട്രാപ്പായിരുന്നു. താലിബാൻ മേഖലയിലേക്ക് കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ, ഫാട്ട റീജിയനിലേക്കൊക്കെ കൊണ്ടുപോയി. ആ പെൺകുട്ടി അകപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി SOS മെസ്സേജ് നാട്ടിൽ അറിയിച്ചു. അപ്പോൾ അവരുടെ കുടുംബം അന്ന് നരേന്ദ്രമോദി സർക്കാരിൽ ബന്ധപ്പെട്ടു. അപ്പോൾ നരേന്ദ്രമോദി അത് സുഷമാജി ഏൽപ്പിച്ചു. സുഷമാജി അത് വളരെ കാര്യക്ഷമമായി അത് ചെയ്തിട്ടാണ് അത്രയും ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അടങ്ങാത്ത ഒരു നന്ദി നരേന്ദ്രമോദി സർക്കാരിനോടും സുഷമാജിയോടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യുവമോർച്ചയിൽ പ്രവർത്തിക്കാനാണ് ആ പെൺകുട്ടി വന്നത്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജി അത് ചെയ്തത്? കാരണം ഞാൻ പഠിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലും പഠിക്കുന്നത്, ഭാരതത്തിൽ ഏതൊരു പൗരനും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ കൂടെയുണ്ട്. ആ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദിജി കൂടെ നൽകുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പം ഫാദർ ടോം ഉഴുന്നാലിൽ നമുക്കറിയാം, യമനിൽ ISIS-ന്റെ കയ്യിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിച്ചുകൊണ്ട് വന്നത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരു ഫാദർ അലക്സിസ് പ്രേം അദ്ദേഹത്തെ മോചിപ്പിച്ചുകൊണ്ട് വന്നത്. പോട്ടെ, വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡിൻ്റെ സമയത്ത് എത്ര ആളുകളെയാണ് വിദേശ രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് എത്തിച്ചത്. അത് ഭാരതത്തിലുള്ളവരെ മാത്രമല്ല, ഈവൻ പാകിസ്ഥാനികളെ പോലും നമ്മൾ കൊണ്ടുവന്നു, നേപ്പാളികളെ പോലും നമ്മൾ കൊണ്ടുവന്നു. അതാണ് ഭാരതത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ യുക്രൈനിൽ കേരളത്തിൽ നിന്നുള്ള എത്ര വിദ്യാർത്ഥികളാണ് കുടുങ്ങി കിടന്നത്. ഭാരതം എന്നൊരു രാഷ്ട്രത്തിന് മാത്രമാണ് അത്രയും വലിയൊരു ഓപ്പറേഷൻ ഗംഗ നടത്താൻ സാധിച്ചത്. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു DNA ആണ്. അതായത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് CBCIയും സഭയുടെ മറ്റുള്ളവരും അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിനിറങ്ങി തിരിച്ചു. അദ്ദേഹം ഉറപ്പ് നൽകി, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ഞങ്ങൾ ചെയ്യും. കാരണം അദ്ദേഹവും ഈ കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടെയുണ്ട് ഞങ്ങൾ. ഏതൊരു മലയാളിക്കും ലോകത്തിൽ എവിടെയെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് ഞങ്ങൾ ചെയ്യും. ഇറ്റ് വാസ് എ ചാലഞ്ചിങ്, അബ്സല്യൂട്ട്ലി ചാലഞ്ചിങ്. കാരണം അവിടുത്തെ BJP നേതൃത്വം പോലും എതിരായിരുന്നു. അബ്സല്യൂട്ട്ലി ചാലഞ്ചിങ്. കാരണം
ഈ ഒരു വിഷയമുണ്ടായി. ആദ്യം ഇതൊന്നും അവിടുത്തെ ലോക്കൽ മീഡിയയിലൊന്നും അത്ര ശ്രദ്ധയ്ക്ക് വന്നിട്ടില്ലായിരുന്നു. പിന്നീട് നമ്മുടെ ഇവിടുത്തെ ചിലർ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി മാറ്റിയപ്പോഴാണ് അവിടുത്തെ ലോക്കൽ മീഡിയ പോലും ഈ വിഷയം ശ്രദ്ധിച്ചത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ ഇതിനെ വളരെ വേറൊരു പെർസ്പെക്റ്റീവ് കണ്ടു തുടങ്ങിയതും ഒക്കെ. പക്ഷേ ഞങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത്, ഞങ്ങളവിടെ ചെന്ന് ഒരു ഔട്ട്റീച്ച് നടത്തി. ഉദാഹരണത്തിന് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, അവിടുത്തെ ആഭ്യന്തരമന്ത്രി എൻ്റെ ഒരു പഴയ സുഹൃത്തു കൂടിയാണ്. അപ്പം അദ്ദേഹമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഇതിനകത്തുള്ള പല ആസ്പെക്റ്റുകളും പിടികിട്ടുന്നത്. ശരിയാണ്, ഗവൺമെൻറ് കൊടുക്കുന്ന വസ്തുതകളുണ്ട്, പക്ഷേ ഇതിൻ്റെ മറ്റ് ആസ്പെക്റ്റുകൾ പലതും അദ്ദേഹത്തിന് പിടികിട്ടുന്ന അന്നേരമാണ്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ തുറക്കാൻ ആദ്യം ഞങ്ങൾക്ക് സാധിച്ചു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഉദ്യമം ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയത്. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത്? ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതും റിക്വസ്റ്റ് ചെയ്തതും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാമോ അത് ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് ചെയ്യുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിന് ആദ്യം മുതൽ തന്നെ ഞാൻ വളരെ ഓൺ റെക്കോർഡ് പറയുകയാണ്, ആദ്യം മുതൽ തന്നെ എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഉറപ്പ് നൽകിയതാണ്, ഈ ഒരു വിഷയത്തിൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം, പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്യാം എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കഴിയുന്നു, അന്നേ ദിവസം ഇപ്പോൾ ഞാനവിടെ ചെന്ന് ഈ മീറ്റിംഗൊക്കെ നടക്കുന്നതൊക്കെ വാർത്ത വന്നപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഈ സ്പേസ് ഒക്കുപ്പൈ ചെയ്യണമല്ലോ, നമ്മുടെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർക്ക് ആ സ്പേസ് ഒക്കുപ്പൈ ചെയ്യണമല്ലോ, പൊളിറ്റിക്കൽ സ്പേസ്, ജയിലിൻ്റെ ഫ്രണ്ടിൽ പോയി ബഹളമുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഛത്തീസ്ഗഡിൽ പോയിട്ട് ഈ ഇടതുപക്ഷ MP-മാർക്കോ കോൺഗ്രസിൻ്റെ MLA-മാർക്കോ അവിടെ എന്ത് റോളാണ് അവർക്കുള്ളത്? ഇപ്പോൾ എന്നോട് തന്നെ ചോദിച്ചുള്ളൂ, അതൊരു BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണം. അതെ. ഇപ്പോൾ നമ്മളെന്തിനാണ് ഡിപ്ലോമാറ്റ്സിനെ വെക്കുന്നത്? ഓരോ രാജ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയെ നമ്മൾ ഡിപ്ലോമാറ്റ് വെക്കുന്നത്, ഓരോന്നിനും ഒരു പ്രത്യേക ഡെലിഗേഷനിൽ അയക്കുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സഭയെ അറിയിച്ചിരുന്നു, ഇതുപോലെ തന്നെ ഞങ്ങൾ അനൂപിനെ വിടുന്നുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഇത് തുടങ്ങി. ഓൾറെഡി സഭയ്ക്ക് ഇത് ബോധ്യപ്പെട്ടൊരു വിഷയമാണ്. അതിനകത്ത് സഭ ആവശ്യപ്പെടാതെ എന്തിനാ ഈ MLA-മാരും MP-മാരെല്ലാം കൂടെ അതിനകത്ത് പോയി ചാടിയത്? സഭയിൽ കുറേ പേരൊക്കെ വിമർശനം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും അല്ലേ. ഇതിനകത്ത് ഒരു വലിയൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ, ഞാൻ അതിലേക്ക് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വരാം, സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഈ പറയുന്ന ആളുകളെ വ്യക്തിപരമായി വിളിച്ച്, അതായത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പോലും വ്യക്തിപരമായിട്ട്, എനിക്ക് എൻ്റെ മുമ്പിൽ ഇരുന്നോണ്ട് ഒരു സിസ്റ്റർ ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, എങ്ങനെയെങ്കിലും BJP-യുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ ഇതൊന്ന് പരിഹരിച്ചോട്ടെ എന്ന് എൻ്റെ മുമ്പിൽ പറഞ്ഞ സംഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ സഭ അല്ലെങ്കിൽ സിസ്റ്റർമാരുടെ വക്കീൽ ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ടു, അവിടുത്തെ സെഷൻസ് കോടതിയിൽ, ബുദുർഗിലെ സെഷൻസ് കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ടു. അന്ന് അതിന് തലേദിവസം വൈകുന്നേരമാണ് ഈ പറയുന്ന തമാശയും ഡ്രാമയും എല്ലാം അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മീഡിയ എല്ലാം വന്നു, വലിയ വാർത്തയായി, ഒച്ചപ്പാടായി, പാർലമെൻറ്റിൽ ഒച്ചപ്പാടായി. അപ്പോഴാണ് ലോക്കൽ മീഡിയ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ലോക്കൽ മീഡിയയും അവിടെ എത്തുകയും ഈ വിഷയത്തെ വലിയ രീതിയിൽ ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്തത്. അതിന് മുമ്പ് വരെ ആ രീതിയിൽ ആംപ്ലിഫൈ ചെയ്തൊരു വിഷയമല്ലായിരുന്നു. അതിനുശേഷമാണ് അടുത്ത ദിവസം രാവിലെ ഈ ദുർഗിൻ്റെ സെഷൻസ് കോടതിയുടെ മുമ്പിൽ വെച്ച് വലിയ പ്രതിഷേധങ്ങളും പല ഗ്രൂപ്പുകളും പല ആളുകളും ഒക്കെ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. അന്ന് സത്യം പറഞ്ഞാൽ ഞാനിത് വളരെ ഉത്തരവാദിത്തോടുകൂടി പറയുകയാണ്, ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ വളരെ സ്മൂത്തായിട്ട് അന്ന് തന്നെ ബെയിൽ കിട്ടേണ്ടതായിരുന്നു. കാരണം ആ കോടതി ആ വിഷയം തന്നെ എടുക്കാൻ ഒരു എന്താ പറയുക, അത് മാത്രമല്ല, അന്ന് പ്രോസിക്യൂഷൻ എതിർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു. അന്ന് കോടതി വിഷയം എടുത്തിട്ട് പോലുമില്ല. കോടതി വിഷയം അതിൻ്റെ മെറിറ്റ് പഠിക്കാതെ എനിക്ക് ടെക്നിക്കൽ ഗ്രൗണ്ട്സിൽ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് പാസ് ഓൺ ചെയ്യുക മാത്രമാണ് ചെയ്തത്. NIA കോടതിയിലേക്ക്, തത്തുല്യമായിട്ടുള്ള മറ്റൊരു സെഷൻസ് കോടതിയിലേക്ക്, അതായത് NIA-യുടെ പ്രാവധാനമുള്ള ഒരു സെഷൻ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്തുകൊണ്ട് NIA? കാരണം ഇത് ആൻറ്റി ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ വിഷയം വരുമ്പോൾ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള കേസുകൾ പരിഗണിക്കുമ്പോൾ NIA-യുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു സെഷൻസ് കോടതി മാത്രമേ പരിഗണിക്കാവൂ. ആ ടെക്നിക്കൽ സാധാരണ ഒരു കോടതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ടെക്നിക്കൽ ഇതിനെ ഓവർലുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പറയുന്ന നാടകം കണ്ടതിന് ശേഷം കോടതി അങ്ങോട്ട് തീരുമാനമെടുക്കേണ്ടി വന്നു. കോടതിയെ സമ്മർദ്ദത്തിലാക്കി ഈ പറയുന്ന സംഭവങ്ങളെല്ലാം. ഇത് വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇത് മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറ്റി വെക്കണമെന്ന് ഞങ്ങൾക്കെല്ലാം ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് NIA കോടതി പോകുന്ന ഒരു തീരുമാനം സഭയും സിസ്റ്റേഴ്സും വക്കീലും എല്ലാം ചേർന്ന് എടുത്തതാണ്. പക്ഷെ അന്നും എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഹൈക്കോടതി പോകും എന്ന് പറഞ്ഞ് വാർത്ത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു, സിസ്റ്റർമാർ ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു, ശരിയാണ് ഹൈക്കോടതിയിൽ പോകുമെന്ന് പറഞ്ഞ് വാർത്തകൾ വന്നോട്ടെ, NIA കോടതി പോകുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കൂടിയും NIA കോടതിയിൽ ബെയിൽ മൂവ് ചെയ്യുന്നതിൻ്റെ രാവിലെ വാർത്ത വരികയാണ്,
ആ വാർത്ത, ഞാൻ ആരുടെ പേരൊന്നും കോട്ട് ചെയ്യുന്നില്ല, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ അതിനകത്തൊരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പേര് കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ പലരും ആഗ്രഹിച്ചിരുന്നത് ഒരു പരിധിവരെ സിസ്റ്റർമാർ പുറത്തിറങ്ങുന്നതായിരുന്നു. അവരവിടെ കുറച്ചുകൂടെ കിടക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതി പോകാന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഒരു ലോങ് പ്രോസസ്സാണ്. ഇതിനെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും. കാരണം ഇത് BJPയെ പ്രതിക്കൂട്ടിലാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു രാഷ്ട്രീയ ആയുധമാക്കി അവർ മാറ്റി. പക്ഷേ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനെ കണ്ടത് നേരത്തെ പറഞ്ഞ ആ ഒരു കൂടെയുണ്ട് ഞങ്ങൾ എന്നൊരു കൺസെപ്റ്റിലാണ്. ഞങ്ങളോട് അവരൊരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് ഏതറ്റം വരെയും പോയി. അതിന് എത്ര സമ്മർദ്ദത്തിലായാലും അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ട് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാനാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങളോടൊപ്പം കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി അമിത്ഷാജിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങൾ അതിലിറങ്ങി. കാര്യക്ഷമമായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതും പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന്. എന്നിട്ട് കൂടിയും അവരുടെ ഒരു ബുദ്ധി ഒന്ന് ആലോചിക്കണേ. പ്രോസിക്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, ഒരു കോമൺ നിയമവശങ്ങൾ അറിയാവുന്ന ആളുകൾക്കറിയാം, പ്രോസിക്യൂഷന് എനിക്ക് എതിർപ്പില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ നിയമപരമായിട്ട്. പ്രോസിക്യൂഷൻ നിൽക്കുന്നത് തന്നെ എതിർപ്പുണ്ടോ? എതിർക്കുന്നു. അതൊരു ടെക്നിക്കായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞേ മതിയാവും. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അതും ഈ പോയിന്റും നമ്മുടെ ടോക്കിംഗ് പോയിന്റിൽ എന്നോട് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരുന്നു. പ്രോസിക്യൂട്ടർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പ്രോസിക്യൂഷൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പ്രോസിക്യൂഷൻ ചെയ്യാവുന്ന എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാണ്, ഇല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ തുടരന്വേഷണം വേണം, കാരണം NIAക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്ന പ്രോസിക്യൂഷൻ അല്ലേ, NIAയുടെ ഇതിലേക്ക് കസ്റ്റഡിയിലേക്ക് വിട്ടു തരണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നെങ്കിലോ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കേസ് എന്തുമാത്രം പോയേനെ. പ്രോസിക്യൂഷൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതാണ് ആ ഒരു പോയിന്റിനെ മറച്ച് പിടിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ടെക്നിക്കലായിട്ട് പറയുന്ന ഒരു വാക്കിനെ എടുത്ത് പിടിച്ചുകൊണ്ട് വെറും എന്താ പറയുന്നത്, ഒരു വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് ഇടതുപക്ഷം ശ്രമിച്ചു എന്നുള്ളൊരു വളരെ ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ഇത് എന്നോട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് പറയട്ടെ, ഇത് സഭയും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാമ്പളാനി പിതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരികയും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് സഭയ്ക്കെതിരെ ഇവരും അറ്റാക്ക് തുടങ്ങിയിരിക്കുകയാണല്ലോ. കാരണം പാമ്പളാനി പിതാവ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, CBCയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഫാദർ മാത്യൂസ് കോയിക്കൽ ഡൽഹിയിൽ നിന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ അമിത്ഷാജിക്കും പ്രധാനമന്ത്രിക്കും രാജീവ് ചന്ദ്രശേഖർജിക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവരുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇത് ഇവിടെ ഇരിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ ക്രിസ്ത്യൻ സമൂഹമായിട്ട് അകറ്റുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യവുമായിട്ട് നിൽക്കുന്നവരാണ് ഈ കൂട്ടർ. അതെന്തായാലും ഈ ഒരു കേസിൽ നടന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നം അവരുടെ മനസ്സിലുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരുന്നതാണ്. അതായത് ഈ കേരളത്തിൽ ഇൻട്രോഡ്സ് ഉണ്ടാക്കുവാൻ BJP അനുവദിക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യം ഇടതിനും വലതിനുമുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് BJP രാഷ്ട്രീയമായി വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഇടിത്തി പോലെ ഈ കന്യാസ്ത്രീ വിഷയം വന്നത്. ഇതിന് നമ്മുടെ രാഷ്ട്രീയവുമായി ബന്ധമില്ല എങ്കിൽ തന്നെയും അതിനൊരു ആയുധമായി ഉപയോഗിക്കും. അപ്പോഴാണ് ഒരു ചോദ്യം വന്നത്, ഈ എല്ലാം അതായത് ആലിൻകായ് പഴുത്തപ്പോൾ കാക്കയുടെ വായിൽ പുണ്ണ് എന്ന് പറഞ്ഞ പോലെ ആയോ BJPക്ക് എന്നുള്ളൊരു അവസ്ഥ വന്നിരുന്നോ എന്നൊരു സംശയം തോന്നിയിരുന്നു. അതിനുശേഷം ഇത് പരിഹരിച്ചു. ഇപ്പോൾ സഭകൾക്കെല്ലാം തന്നെ പിണക്കമൊക്കെ മാറിയോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന സംശയമോ ഇതൊക്കെ മാറിയോ? അവരുടെ മനസ്സിൽ കേരളത്തിലെ BJPയെ സംബന്ധിച്ച് യാതൊരു സംശയമില്ലായിരുന്നു. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് യാതൊരു സംശയമില്ലായിരുന്നു. അവരെ സംബന്ധിച്ച് ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് അവരുടെ മനസ്സിൽ ചില ആശങ്കകളുണ്ടായിരുന്നു. അവരത് പങ്കുവെച്ചുകൊണ്ടാണ് പല സമയത്തും പല പരിപാടികളിലൊക്കെ സംസാരിച്ചതുമൊക്കെ. പക്ഷേ ആ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ ഇത്രയും നല്ലൊരു സഹകരണം കൂടി കിട്ടിയപ്പോൾ ആ ഒരു ആശങ്കയും സംശയം കൂടി മാറി കിട്ടി. അവരെ സംബന്ധിച്ച് നരേന്ദ്രമോദിജിയെക്കുറിച്ചോ അമിത്ഷാജിയെക്കുറിച്ചോ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ചും കേരളത്തിലെ ഒരു BJP നേതാവിനെ കുറിച്ച് യാതൊരു സംശയമില്ല. അവിടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക അവിടുത്തെ ആ സംഭവത്തെക്കുറിച്ച് മാത്രമായിരുന്നു. അതുകൂടി ഈ പ്രശ്നത്തിൽ പൂർണ്ണമായും ഛത്തീസ്ഗഡ് ഗവൺമെൻറ് സഹായത്തോടു കൂടി പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക എല്ലാം മാറി. അതാണ് സത്യം പറയുന്നത് യാഥാർത്ഥ്യം. ഓക്കെ, ഇത് ഈ നേരത്തെ പറഞ്ഞ ചില മാധ്യമങ്ങളുടെ ഇടപെടലും ചില നീക്കങ്ങളുമൊക്കെ കണ്ടതിനിടയിൽ കണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പണ്ട് കുമ്മനടി എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു, ആക്ഷേപിച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ അനൂപടി എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ ഈ കളിയാക്കലുകളെയൊക്കെ എങ്ങനെ നേരിടുന്നുണ്ട്? ഞാൻ എന്താ പറയുക, ഇപ്പം നല്ലൊരു ചോദ്യമാണ്. എവിടെയോ വായിച്ചതാണ്, പണ്ട് എവിടെയോ വായിച്ചതാണ്, താൻ ആരാണെന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ പരിഹാസങ്ങളെല്ലാം പ്രചോദനമാകും എന്ന് ഒരു ചൊല്ലി ഞാൻ എവിടെയോ വായിച്ചതാണ്. ഞാൻ ഇതിനെയൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. കാരണം ഈ വിഷയത്തിൽ ഇടപെട്ടത് ആരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇവരാരുടെയെങ്കിലും കാരണം കൊണ്ടാണ് ബെയിൽ കിട്ടിയത് എന്ന് ജനങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ല, സഭയ്ക്ക് സംശയമില്ല, സിസ്റ്റർമാർക്ക് സംശയമില്ല. ഞാൻ അവിടുന്ന് ഇപ്പം ഉദാഹരണത്തിന് സിസ്റ്റർമാർ കോൺവെൻറ്റിലെത്തി, കോൺവെൻറ്റിൽ നിന്ന് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് ലഡു കൊടുക്കുന്നു, ഷോൾ ഇടുന്നു, ഞങ്ങളെല്ലാം മാറിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ വ്യക്തി ഞാനാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചായ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്.
ഏറ്റവും ഒടുവിൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് സിസ്റ്റർമാർ പറഞ്ഞത്, നിന്നെ എപ്പോഴും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കും. കാരണം എനിക്കത് മതി, ഇവരെത്ര വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ. ജനങ്ങളുടെ സ്നേഹം അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിലുണ്ട്. കാരണം ഇതിനകത്ത് മറ്റുള്ളവർക്ക് എന്ത് റോളാണെന്ന് അവർക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ? ഇതിൽ എന്ത് റോളാണ് ഈ പറയുന്ന പാർട്ടികൾ എന്തെങ്കിലും എടുത്തത്? ഈ വിഷയം കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാനും ഈ നമ്മുടെ സിസ്റ്റർമാരെ കൂടുതൽ ദിവസം ജയിലിൽ കിടത്താനും വേണ്ടിയിട്ടുള്ള ശ്രമമല്ലാതെ എന്ത് റോളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, അതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ബ്രിക് ബാറ്റ്സും പരിഹാസങ്ങളും ഒന്നും അത്ര ഗൗരവത്തിലെടുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം ഞാൻ വന്നത് എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് വളരെ അവിചാരിതമായിട്ടാണ്. എൻ്റെ എൻജിനീയറിംഗൊക്കെ ശേഷം ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ വന്നു. ഒരു 20 വർഷത്തെ സംഘടനാ പ്രവർത്തനമുണ്ട്. ആ ഒരു 20 വർഷത്തിനുള്ളിൽ നിരവധി കാര്യങ്ങൾ വളരെ അടുത്ത് നിന്നും ദൂരെ നിന്നും കണ്ട വ്യക്തിയാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പോലും. ഇതേ ഛത്തീസ്ഗഡിൽ തന്നെ നക്സലിസത്തിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീ അജിത് ദോവൽജി വിടുമ്പോൾ ഞാൻ നക്സലേറ്റുകളുടെ ഇടയിൽ തന്നെ താമസിച്ച ഒരു ഭയവുമില്ലാതെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. നോർത്ത് ഈസ്റ്റുകൾ UPA ഭരണകാലത്ത് NSCN-ഉം നിരവധി തീവ്രവാദ സംഘടനകളും കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റിൽ പോയി വിവേകാനന്ദ കേന്ദ്രത്തിന് വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് ഒന്നും ഞങ്ങളാരും ഭയക്കുകയോ അല്ലെങ്കിൽ ഇതിലൊന്നും ടെൻഷൻ അടിക്കുകയോ ചെയ്യുന്ന വ്യക്തികളൊന്നുമല്ല. പിന്നെ ഞങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ തന്നെ ഇവരൊക്കെ എത്ര ആക്ഷേപിച്ചതാണ്. ആ ആക്ഷേപങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നരേന്ദ്രമോദിജി തന്നെ പറയും, എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് ഡെയിലി കിട്ടുന്ന 3-4 കിലോ തെറികളാണ് എൻ്റെ. ഒരു തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഊർജ്ജം അതാണ്. അതുകൊണ്ട് ഇതിനൊരു ഊർജ്ജമാക്കി മാറ്റാനുള്ള കഴിവ് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇതിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇതിനകത്ത് ഈ രണ്ട് പാർട്ടികളുടെയും ഹിപ്പോക്രസി ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ തന്നെ കോതമംഗലത്ത് ഒരു സംഭവം ഉണ്ടായി. സോന എൽദോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അതിൻ്റെ അമ്മ പറയുന്നു, അത് ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നു, എന്നെ മതം മാറ്റാൻ വേണ്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഇതൊരു ലവ് ജിഹാദിൻ്റെ കേസ് തന്നെയല്ലേ? പോട്ടെ, ലവ് ജിഹാദ് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ വിഷയത്തിൽ മതം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് എല്ലാ സമയത്തും വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ വന്ന് ഒരു റോളും ഇല്ലാതെയും ചായ കുടിച്ചുകൊണ്ട് ആ ജയിലിൻ്റെ മൂലയ്ക്ക് ഇരുന്ന ഈ പറഞ്ഞ നേതാക്കന്മാർ ഒരു തവണയെങ്കിലും ആ കോതമംഗലത്ത് വിട്ടിപ്പോയോ? അവിടെ പോയത് ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ശ്രീ പി കെ കൃഷ്ണദാസ് അവിടെ പോയി. ഞങ്ങളുടെ നേതാക്കന്മാർ മാത്രമാണ് അവിടെ പോയത്, ആ കുടുംബത്തിനൊപ്പം നിന്നത്, ആ കേസിൽ പിന്തുണ നൽകുന്നത്. എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം? കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ഇതുപോലൊരു സംഭവം, ഒരു ചെറിയ ഭാഗ്യത്തിന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ആ കുട്ടികൾ എന്ന് പറയുന്നത് പോലെ അന്നേരം ചെന്നത് ഞങ്ങളുടെ നേതാക്കന്മാരാണ്. അപ്പോൾ ഈ കൊട്ടാരക്കൽ വിഷയം നടക്കുമ്പോഴും കോതമംഗലത്ത് വിഷയം നടക്കുമ്പോഴും ഇവരുടെയൊക്കെ ഒരക്ഷരം ഇവരാരും വേണ്ടിക്കണ്ടോ? ഇതാണ് വിരോധാഭാസം. ഇവർ പറയുന്ന ഛത്തീസ്ഗഡിലെ പ്രശ്നം സംസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്വന്തം കോതമംഗലത്തും കൊട്ടാരക്കരയിലും നടക്കുന്ന വിഷയത്തെക്കുറിച്ച് ഇവർക്കാർക്കൊന്നും മിണ്ടാനില്ല. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ അറ്റാക്ക് ചെയ്യുക, പരിഹസിക്കുക, ഈ പറഞ്ഞ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം. ആ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയത്തിൽ ആ നിലവാരത്തിലേക്ക് താഴാൻ ഞങ്ങൾക്ക് എന്തായാലും താല്പര്യമില്ല. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ലെവല് ഒരല്പം ഒരു ഹൈ മോറൽ ഗ്രൗണ്ടിൽ നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പ്രീണനം പറയുന്ന രാഷ്ട്രീയം പറയുന്നില്ല. ഞങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയവും മറ്റുമായിട്ടൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ തഴന്താണ് അവരോടൊപ്പം എന്താ പറയുന്നത്, ഞാൻ ഒരു കോട്ടിലേക്ക് കടക്കുന്നില്ല. കാരണം ഒരു കോട്ടുണ്ട്, ആരുമായിട്ടെങ്കിലും ഗുസ്തി പിടിച്ചു കഴിഞ്ഞാൽ ചെളി നമ്മുടെ ശരീരത്തായിരിക്കും പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം BJPക്ക് പുതിയൊരു രീതിയാണ്, ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് ചുരുക്കി പറഞ്ഞാൽ വികസിത കേരളം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. യുവാക്കളെ അത് കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അപ്രോച്ച് പക്ഷേ യാഥാസ്ഥിതികരായിട്ടുള്ള ചിലർക്കൊക്കെ തന്നെ സംശയമുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ പോയാൽ മതിയോ? കുറേ കൂടി ആഞ്ഞടിക്കണ്ടേ? പ്രതിപക്ഷത്തിന് നേരെ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വരേണ്ടതല്ലേ എന്ന ചോദ്യമുണ്ട്. ഹൗ ഡു യു ആൻസർ ദാറ്റ്? രാഷ്ട്രീയത്തിൽ ക്രിയേറ്റീവ് ഡിസ്റപ്റ്റർ എന്നൊരു ടേമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ എന്താ പറയുക, സ്റ്റേറ്റസ് കോയിൽ പൊളിറ്റിക്സ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ചില വ്യക്തികൾ വരും. നരേന്ദ്രമോദി അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 2007 ഗുജറാത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ്, 2002 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഗുജറാത്ത് ഭയങ്കര കലുഷിതമായിരുന്നു. ശേഷം 2007 വന്നപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കെട്ടടങ്ങി അവിടെ. ആ സമയത്ത് നരേന്ദ്രമോദിയോടും പലരും, ഈ പറഞ്ഞ യാഥാസ്ഥിതികൾ പലരും ചോദിച്ചു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? നിങ്ങൾ വൈബ്രൻ്റ് ഗുജറാത്തും ഡെവലപ്മെൻറ്റും കനാല് പണിയുന്നതും ഹൈവേ പണിയുന്നതും ഒക്കെ ആയിട്ടാണല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ. ആ തെരഞ്ഞെടുപ്പിലാണ് ലാൻഡ് സ്ലൈഡ് വിക്ടറിയുമായിട്ട് നരേന്ദ്രമോദിജി രണ്ടാമത് തിരിച്ചു വരുന്നത്. വേറൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 2009 ഞാൻ ആദ്യമായിട്ട് ഈ ടെക്നോളജി
പൊളിറ്റിക്സിൽ യൂസ് ചെയ്തതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഫോർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജി ആയിരുന്നു. ഗുജറാത്തിൽ ഒരു മീറ്റിങ്ങിൽ വെച്ച് നരേന്ദ്രമോദിജി പങ്കെടുത്തൊരു മീറ്റിംഗാണ്. അതിൽ വെച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് സമയമാണ് അവിടെ ഇരുന്ന പ്രവർത്തകരോട് വെച്ച് എത്ര പേർക്ക് അന്ന് ഫേസ്ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു, 2009 ആണോ 12 ആണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 12 അവിടുത്തെ 2012 ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എത്ര പേർക്ക് ഫേസ്ബുക്ക് ഉണ്ട്? ആരും കൈവെക്കുന്നില്ല. അപ്പം സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി വന്ന് അവരോട് ചോദിക്കുകയാണ് ഫേസ്ബുക്ക് ഉണ്ടോ, ഇതാണോ നമ്മുടെ രാഷ്ട്രീയ വിഷയമെന്ന്. അവിടെ ഇരിക്കുന്ന പലരും എന്താ പറയുന്നത്, അവരുടെയൊക്കെ പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടു പോയി. രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ട് ആളുകൾക്ക് ഫേസ്ബുക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആരായാലും രാഷ്ട്രീയ വിഷയം സംസാരിക്കാനാണ് വന്നതാണ് എല്ലാവരും കരുതിയത്. പക്ഷേ എൻ്റെ ശക്തിയെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നുകൊണ്ടാണല്ലോ ആ ചോദ്യം ചോദിച്ചത്. 2014 തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വ്യക്തി നരേന്ദ്രമോദിയാണ്. ഇന്നെല്ലാവരും അതിൻ്റെ പുറകിന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ക്രിയേറ്റീവ് ഡിസ്റപ്ഷൻ കൊണ്ടുവരാൻ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന നേതാക്കന്മാർക്കാണ് അവർ വിജയിക്കാതിരിക്കാം. പക്ഷേ അവരെയാണ് ക്രിയേറ്റീവ് ഡിസ്റപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റസ് കോ പൊളിറ്റിക്സുമായി മുമ്പോട്ട് പോയി എന്നും പ്രീണനവും ഈ പറഞ്ഞ രാഷ്ട്രീയമൊക്കെ സംസാരിക്കുന്നിടയിൽ വികസനം സംസാരിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമല്ലേ, സമയോചിതമായ കാലോചിതമായ ആവശ്യം കൂടിയല്ലേ. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നം, ഇപ്പം ഞങ്ങൾ മധ്യ തിരുവിതാംകൂറൊക്കെ രൂക്ഷമായി നേരിടുന്നൊരു പ്രശ്നം, ഒരു വീട്ടിൽ പോലും ഒരു ചെറുപ്പക്കാരനില്ല. എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. ഒരു നിസ്സഹായാവസ്ഥയാണ്. എൻ്റെ വീട്ടിൽ തന്നെ പലരും വിദേശത്താണ്. അവരാരും മനസ്സുകൊണ്ട് പോകുന്നതല്ല. അവരുടെ പ്രായമായ അച്ഛനും അമ്മയോടൊപ്പം ഇവിടെ താമസിക്കാനും ചിലർക്കൊന്നും ഭാര്യയെ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പം നാട്ടിൽ നിൽക്കാനും നാട്ടിലെ എന്താ പറയുന്നത് ഒരു വിദേശത്ത് പോയി താമസിക്കുന്നവരെല്ലാവരും ഒരു വലിയൊരു ആഗ്രഹിച്ച് അവിടുത്തെ ആകർഷണം കണ്ട് പോകുന്നവരാണെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കുമില്ല. ഇവരെല്ലാം നാട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്കിവിടെ തൊഴിലുണ്ടോ? അവർക്കിവിടെ കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻഡസ്ട്രി ഉണ്ടോ? അപ്പോൾ വികസനം എന്ന് പറയുന്ന അജണ്ട സംസാരിക്കുമ്പോൾ അതിന് കാലോചിതമായി ഇത്രയും വലിയൊരു പ്രസക്തിയുള്ളൊരു കാലഘട്ടം വരെ ഉണ്ടോ? രാജീവ് ചന്ദ്രശേഖർജി എന്താണ് പറയുന്നത്? ഇവിടെ കേരളത്തിന് കാലങ്ങളായിട്ട് ഇവിടുത്തെ ചില കോർ ഇഷ്യൂസിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇപ്പോൾ നിലമ്പൂർ ആയപ്പോഴും PDPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പുറകിനാണ് പോകാനാണ് ഇവർക്കെല്ലാം താല്പര്യം. എന്തുകൊണ്ട് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളും വികസന വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല? ഇപ്പോൾ ഉദാഹരണത്തിന് നിലമ്പൂർ തന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ട്, അവിടെ ഒരു ബൈപ്പാസ് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത് അങ്ങോട്ട് അനൗൺസ് ചെയ്തൊരു ബൈപ്പാസ്, അതിങ്ങനെ 30 വർഷം 40 വർഷമായിട്ട് ഇങ്ങനെ പ്രഖ്യാപനത്തിൽ മാത്രം കിടക്കുകയാണ്. ഈ പറഞ്ഞ രണ്ട് മുന്നണികളും അതിലേക്ക് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഒന്ന് ആലോചിക്കണം. ഈ ആലപ്പുഴ ബൈപ്പാസ്, ആ സമയത്ത് ഞങ്ങൾ നിലമ്പൂർ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആലപ്പുഴ ആ ഭാഗത്തു നിന്നൊക്കെ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ആലപ്പുഴ കൊല്ലത്തെ ബൈപ്പാസുകളുടെ കാര്യം അവിടെ ഉള്ളവർ ചോദിച്ചു. അവർ ചോദിച്ചു ഇതേപോലെ ഒരു സാഹചര്യമാണ് നമുക്കും ഉണ്ടായിരുന്നത്. 40 വർഷമായിട്ട് UPAയിൽ 8 മന്ത്രിമാർ ഒരേ സമയത്ത് ഉണ്ടായിരുന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഈ ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് നരേന്ദ്രമോദി വന്നതിന് ശേഷം 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് നിർമ്മിക്കേണ്ടി വന്നത്? ചോദിക്കുന്ന ചോദ്യം അതാണ്. ഈ വികസനമെല്ലാം നരേന്ദ്രമോദി വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? ഈ ഒരു ഡിസ്കോഴ്സ് കേരളത്തിൽ ആവശ്യമാണ്. അത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുകൊണ്ടോ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതുകൊണ്ടോ മാത്രമല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനൊരു ഡിസ്കോഴ്സ്. ഉദാഹരണത്തിന് ക്ഷേമ പെൻഷനുകൾ 2-3 മാസം മുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത്? ഇതും വികസിത കേരളത്തിൻ്റെ ഭാഗമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഹൈവേ പണിയുന്നതും വന്ദേ ഭാരത് കൊണ്ടുവരുന്നതും റോഡ് പണിയുന്നതും ഇത് മാത്രമല്ല വികസനം. ഒരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. അതായത് ഇന്ന് ഞാൻ പത്രം നോക്കിയപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലെ കാർ ആക്സിഡൻറ്റിനെ കുറിച്ച് അറിഞ്ഞാണ്. അതിൻ്റെ വാർത്തയുണ്ടായിരുന്നു. 4 പേര് അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. അതിന് തൊട്ട് താഴെയായിട്ടൊരു വാർത്ത, കേന്ദ്ര പദ്ധതി, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ 7 ദിവസം 1.5 ലക്ഷം രൂപ വരെ ക്യാഷ്ലെസ് ആയുള്ള ചികിത്സ അപകടത്തിന് ഇരയായവർക്ക് കൊടുക്കുന്ന പദ്ധതി. അത് കേരളം നടപ്പിലാക്കാൻ വൈകി. അത് ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള കുറേയേറെ പദ്ധതികളുണ്ട്. കേന്ദ്രം ആവിഷ്കരിച്ച നടപ്പിലാക്കുന്ന പദ്ധതി കേരളം നടപ്പിലാക്കുന്നില്ല. ഇത് എന്തായാലും എന്ത് രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണെങ്കിൽ തന്നെയും സാധാരണക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ മാറ്റും? തീർച്ചയായിട്ടും. കാരണം ഞങ്ങളിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരു വലിയൊരു ഒരു രാഷ്ട്രീയ വിഷയം തന്നെ ഇതാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും അത് അട്ടിമറിക്കപ്പെടുകയാണ് കേരളത്തിൽ. ഇപ്പോൾ നമുക്കറിയാം ചില പദ്ധതികൾ അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നേരിട്ടാണ് നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട് 1 രൂപ അയച്ചു കഴിഞ്ഞാൽ 15 പൈസ മാത്രമേ കിട്ടുകയുള്ളൂ. നരേന്ദ്രമോദി വന്നതിന് ശേഷം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ വെച്ചുള്ള ഗഡുക്കൾ സാധാരണക്കാരുടെ അക്കൗണ്ടിൽ 1 രൂപ പോലും കുറയാതെ നേരിട്ടല്ലേ എത്തുന്നത്. പരമാവധി പദ്ധതികൾ ഞങ്ങൾക്ക് നേരിട്ട് തന്നെ ചെയ്യാനാണ് താല്പര്യം. ഉദാഹരണത്തിന് ഉജ്ജ്വല യോജന, അത് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി, ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി. ആ ഉജ്ജ്വല യോജന ഞങ്ങൾ നടപ്പാക്കിയത് നേരിട്ടാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ കാരണം പല പദ്ധതികളും നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയാണ്. ഇപ്പം ജൽജീവൻ പദ്ധതി, അത് പഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരും കേന്ദ്രവും കൂടെ ചേർന്നിട്ടുള്ളൊരു പദ്ധതിയാണ്. പക്ഷേ ജൽജീവൻ പദ്ധതിക്ക് തുരങ്കം വെക്കുകയാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഇവിടെ കേരളത്തിൽ കുളങ്ങൾ ഒത്തിരി ഇല്ലേ, പിന്നെ എന്തിനാണ് കിണറുകൾ ഒത്തിരി ഇല്ലേ, പിന്നെ എന്തിനാണ് ഈ ടാപ്പ് വാട്ടർ?
നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ തിരുവല്ലയിലൊക്കെയുള്ള പല സംഭവങ്ങൾ അറിയാം. ഞാൻ തന്നെ വർഷങ്ങളായിട്ട് അവിടെ ടാങ്കർ വഴി വെള്ളം കൊടുക്കുന്ന നിരവധി SC കോളനികളുണ്ട്. അതെ, ആ കോളനികളിലൊന്നും ഈ പറഞ്ഞ പോലെ കിണറൊന്നും ഇല്ല. അവരുടെയൊക്കെ നില പല വളരെ സ്ഥലങ്ങളിലുണ്ട്. പരിതാപകരമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതിനൊക്കെ ഈ കിണറുണ്ടെന്നും പറഞ്ഞ മുടന്തൻ ന്യായം വെച്ചുകൊണ്ട് ഒരാളുടെ വീട്ടിലൊരു ടാപ്പ് വെള്ളം വരിക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവന് വീട്ടിലുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ, അവന് വെള്ളം അന്വേഷിച്ച് കിണറിലേക്ക്, ദൂരെയുള്ള കിണറിലേക്ക്, അയലത്തുള്ള കിണറിലേക്ക് പോകേണ്ട അവസ്ഥ അത് ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് പരിതാപകരമായ സ്ഥിതിയാണ്. ഈ ജൽജീവൻ പദ്ധതി എന്തിനാണ് ഇവർ തുരങ്കം വെക്കുന്നത്? ഈ ജൽജീവൻ പദ്ധതി തുരങ്കം വെക്കുന്നതിനോടൊപ്പം തന്നെ ഈ ജൽജീവൻ പദ്ധതി എങ്ങനെയാണ് തുരങ്കം വെക്കുന്നത് അറിയാമോ? ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിൻ്റെ വിഷയം വന്നു. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയം മരുന്നില്ല, ഉപകരണങ്ങളില്ല. ഇതുപോലെ തന്നെയാണ് ഈ ജൽജീവൻ്റെയും പ്രശ്നം. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇതിന് വേണ്ട പൈസയില്ല. ജൽജീവൻ പദ്ധതിക്ക് കേന്ദ്രം പൈസ കൊടുക്കുമ്പോൾ തത്തുല്യമായ പൈസ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പൈസയില്ല. പൊതുമരാമത്തിൻ്റെ റോഡുകൾ പണിയാൻ സംസ്ഥാന സർക്കാരിൻ്റെ പൈസയില്ല. മെഡിക്കൽ കോളേജുകളിൽ പഞ്ഞി പോലും വായിക്കാൻ, മരുന്നുകൾ പോലും വായിക്കാനുള്ള പൈസ സംസ്ഥാന സർക്കാരിൻ്റെ പൈസയില്ല. ഇവിടെയാണ് വികസിത കേരളം എന്ന് പറയുന്ന അജണ്ടയുടെ ഒരു ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് ഇത് തന്നെയാണ്. സർക്കാരിൻ്റെ പൈസയില്ല. സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തം റവന്യൂവിൻ്റെ ഒരു 3/4 പങ്കും പോകുന്നത് ഈ പറഞ്ഞ പോലെ പെൻഷൻ, സാലറി കൊടുക്കൽ, ഇൻട്രസ്റ്റ് കൊടുക്കൽ. വാങ്ങിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റിന് തന്നെ വേണ്ട ഒരു 10-30% ഇൻട്രസ്റ്റ് കൊടുത്ത് തന്നെ പോകും. എന്ത് ദുരവസ്ഥയാണ്! ഇതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ റവന്യൂ വർദ്ധിക്കണം. എന്നുണ്ടെങ്കിൽ അതിന് റോഡ് മാപ്പ് വേണം. അതിന് പുതിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരികയും പുതിയ വ്യവസായങ്ങൾ വരികയും പുതിയ തൊഴിലുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. കടം വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റും. എപ്പോൾ നോക്കിയാലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തും. ഈ ഘടകത്തിന് ഞാൻ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല. അത് തന്നെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സംഭവമാണ്. കാരണം ഫിനാൻസ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്യാപ്പുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാമ്പത്തിക ആരോഗ്യ സ്ഥിതി വെച്ചുകൊണ്ട് ഇവർ ഇപ്പം ഏപ്രിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷം ഒരു ജൂൺ ആകുമ്പോൾ തന്നെ അതിൻ്റെ 3/4 പങ്കും കടം വാങ്ങിച്ചു കഴിയും. ഒരു വർഷത്തേക്ക് ഫിനാൻസ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്ന തുകയുടെ ഒരു 3/4 പങ്കും ഒരു 3 മാസത്തിൽ തന്നെ ഇവർ കടം വാങ്ങിച്ച് തീർത്ത് കളയും. എന്നിട്ടൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ ബഹളം തുടങ്ങും, ഞങ്ങൾ കടമെടുക്കാൻ സമ്മതിക്കില്ല. നാണമില്ലേ ഇവർക്ക്? ഈ കടമെടുക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലായിക്കൊള്ളട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ വീട്ടിലെ ഏൺ ചെയ്യുന്ന ഒരു അംഗമാണ്. ഞാൻ പണിക്ക് പോകുന്നില്ല. അതിന് പകരം ഞാൻ കടം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ വീട് പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരാതി പറയുകയാണ്, എനിക്കാരും കടം തരുന്നില്ല, അതുകൊണ്ട് എൻ്റെ കുടുംബം മുമ്പോട്ട് പോകുന്നില്ല. എന്നെ അടിക്കണ്ടേ? കാരണം ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബനാഥനാണെങ്കിൽ ഞാൻ ഇപ്പോൾ പണിയെടുത്ത് കൂലി കൊണ്ടുവന്ന് എൻ്റെ കുടുംബം പുലർത്തണം. കടമെടുത്തുകൊണ്ടാണോ നിങ്ങൾ കുടുംബം പുലർത്താൻ പോകുന്നത്? ഇതാണ് എനിക്ക് ഇവരോടും ചോദിക്കാനുള്ളത്. പുതിയ റവന്യൂ സൃഷ്ടിക്കണം സാർ. അതിനുള്ള കഴിവ് അവർക്കില്ല. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞൊരു സംഭവം, ഈ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു. ഇനിയിപ്പോൾ BJP അടക്കമുള്ള മറ്റ് പാർട്ടികൾ കരുതിയിരിക്കേണ്ട ഒരു നീക്കം, പണ്ട് കിറ്റുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇലക്ഷന് തൊട്ട് മുൻപ് ഈ ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് കൊടുക്കുന്നു. ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. ഈ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നവരെ എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും എന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അത് ചിന്തിക്കും. അത് സ്വാഭാവികം തന്നെയാണ്. ഭരണത്തിലിരിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അക്കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കുക എന്നുള്ളത് ലക്ഷ്യമായി അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ തൊട്ട് മുൻപ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഈ ക്ഷേമ പെൻഷനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് പേരെ സ്വാധീനിക്കില്ലേ? ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ എന്ത് ചെയ്താൽ പോലും കൃത്യമായിട്ടുള്ളൊരു ഡിസ്കോഴ്സും നറേറ്റീവായിട്ട് ഭാരതീയ ജനതാ പാർട്ടി താഴെത്തട്ടിൽ പോകും. അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഭാരതീയ ജനതാ പാർട്ടി. എത്രത്തോളം അവർ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡോൾസ് ഒക്കെ കൊടുത്തുകൊണ്ട് ആളുകളെ വശത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നറേറ്റീവായിട്ട് ഭാരതീയ ജനതാ പാർട്ടി താഴെത്തട്ടിൽ പോകും. ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, വികസിത കേരളം മാത്രമല്ല, ഞങ്ങൾ വികസിത പഞ്ചായത്തും ചർച്ച ചെയ്യാൻ പോവുകയാണ്. വികസിത പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിന് അതിൻ്റെ വികസന സാധ്യതകൾ പലതുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലെ ജനങ്ങൾ കാലങ്ങളായിട്ട് ഇവർ പറയുന്ന പല വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് നടപ്പിലായില്ല എന്ന് ഇവരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കും. ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ റോഡുണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്തിലൊരു പാർക്കുണ്ട്, അതിൻ്റെ വാഗ്ദാനം കുറേ നാളിട്ട് വെച്ചിട്ടുണ്ട്, അത് നടപ്പിലായിട്ടില്ലെങ്കിൽ, ഇപ്പോൾ എനിക്കറിയാം തിരുവല്ലയിൽ പബ്ലിക് സ്റ്റേഡിയം, ആ സ്റ്റേഡിയം എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർ വാഗ്ദാനങ്ങൾ കൊടുക്കും.
അത് നടപ്പിലാക്കാൻ ആ തിരുവല്ല മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല. കാട് പിടിച്ച് കിടക്കുകയാണ്. കാട് പിടിച്ച് കിടക്കുകയാണ്, ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുകയാണ്. അതെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അവസ്ഥ അങ്ങനെയാണ്. അവിടെ ഭരിക്കാൻ കയറുന്നത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഇടതുപക്ഷം ആയിക്കൊള്ളട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറച്ച് അഴിമതിയും കുറച്ച് സ്വജനപക്ഷപാതവും അവരവരുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി നടന്നു പോകുന്നതല്ലാതെ അവിടെ അവർ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഇത്തവണ പൊതുസമൂഹത്തിൽ ഓരോ പഞ്ചായത്തിലും നമ്മുടെ വികസിത പഞ്ചായത്ത് എന്ന് പറയുന്ന അജണ്ട വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കും, ഞങ്ങളുടെ പഞ്ചായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വാഗ്ദാനങ്ങൾ കൊടുത്തു, നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? അവർ ഉത്തരം പറയേണ്ടി വരും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP വളരെ അഗ്രസീവായിട്ട്, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വികസിത കേരളം എന്ന് പറയുന്ന അജണ്ടയെ ഒരു ലാർജർ ഒരു നറേറ്റീവായിട്ട് മാത്രം കരുതരുത്. ഒരു പഞ്ചായത്തിൽ ഒരു കോളനി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിൽ കുടിവെള്ളം ഇന്നും എത്തുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതിനെ അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് സൃഷ്ടിക്കേണ്ട, അതായത് ഞങ്ങളൊരു ഫിലോസഫേഴ്സാണ്, ഇത് ഞങ്ങൾ പൊളിറ്റിക്സിൽ ഫിലോസഫി പറയാൻ വന്നവരൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞു, ഫിലോസഫി ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ഫിലോസഫി ചെയ്തോട്ടെ, ഞങ്ങൾ ഫിലോസഫേഴ്സ് ഒന്നുമല്ല, ഞങ്ങൾ പ്രാക്ടിക്കൽ രാഷ്ട്രീയക്കാരാണ്. കാരണം ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അമിത്ഷാജിയുടെയും മോദിജിയുടെയും എന്നാണ്. ഞങ്ങൾ പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യന്മാരാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സമരം ചെയ്തിട്ടാണെങ്കിൽ സമരം ചെയ്തിട്ട്, പ്രക്ഷോഭം നടത്തിയിട്ടാണെങ്കിൽ പ്രക്ഷോഭം ചെയ്തിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ എൻ്റെ പഞ്ചായത്ത് എന്തുകൊണ്ട് വികസിച്ചില്ല, എൻ്റെ പഞ്ചായത്തിൽ ഇന്ന കാര്യം എന്തുകൊണ്ട് നടന്നില്ല എന്ന് ഇവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. യാതൊരു സംശയമില്ല. തെരഞ്ഞെടുപ്പിൽ അതായത് കുറേയേറെ ചെറുപ്പക്കാരുടെ പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. BJPയുടെ പലരും പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ച ഇപ്പോൾ പറഞ്ഞ ആ ഒരു രീതിയിൽ യു ആർ വർക്കിംഗ്. നമ്മൾ BJP വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കുറേയേറെ ചെറുപ്പക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാമോ തിരഞ്ഞെടുപ്പ് അംഗത്തിൽ? എന്നും ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കോൺഗ്രസ് 20 വർഷമായിട്ട് ഒരു ചെറുപ്പക്കാരനെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലല്ല. ഇപ്പം 60 വയസ്സിനടുത്തായി, ഇന്നും അദ്ദേഹം ചെറുപ്പക്കാരനാണ് അവരെ സംബന്ധിച്ച്. അതുപോലല്ല ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പ്രമോദ് സാവന്ത് മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. ഇതിനടുപ്പിച്ചൊരു വയസ്സിലാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായത്. ഇതേ പ്രായത്തിലാണ് ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയായത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ച് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് എസ്റ്റാബ്ലിഷ്ഡുള്ള നേതാക്കന്മാരാക്കാൻ എന്നും ശ്രമിച്ചിട്ടുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിതിൻ ഗഡ്കരി ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനായി വരുമ്പോൾ 50 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഒരു നേതാവായിട്ട് എസ്റ്റാബ്ലിഷ് ആയത്. അല്ലെങ്കിൽ ദേവേന്ദ്ര ഫഡ്നവിസ് 42-ാം വയസ്സിൽ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഒരു നേതാവായിട്ട് എസ്റ്റാബ്ലിഷ് ആയത്. ഒരു ചെറുപ്പക്കാരെ ക്യാച്ച് ദമ്മിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇത്തവണയും രാജീവ് ചന്ദ്രശേഖരുടെ ടീമിലാണെങ്കിൽ പോലും, അത് സംസ്ഥാനത്തിൽ മാത്രമല്ല താഴെത്തട്ടിലാണെങ്കിൽ പോലും അത് കൃത്യമായി പാലിക്കുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇപ്പോൾ യുവമോർച്ചയിൽ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 35 വയസ്സ് എന്നുള്ളത് ഒരു ക്യാപ്പ് വെച്ചിരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. അത് ദേശീയ തലത്തിലും. ഇപ്പോൾ ഞാൻ യുവമോർച്ചയിൽ 2ാം ടേമിൽ എനിക്ക് ലഭിക്കാത്തതിന് കാരണം ഞാൻ 35 വയസ്സ് കഴിഞ്ഞ് കുറച്ച് മാസമായതുകൊണ്ടാണ് എന്നെ 2ാമത്തെ ടേമിലേക്ക് എന്നെ പരിഗണിക്കാഞ്ഞത്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ നിയമമാണ്, അതൊരു ഒരു 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 പോളിസിയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് എന്നും, ഇപ്പം ഞങ്ങളുടെ തന്നെ മണ്ഡലം പ്രസിഡന്റുമാരിൽ ഒരു ക്യാപ്പുണ്ട്, 45 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ മണ്ഡലം പ്രസിഡന്റുമാരാകാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ ഉള്ളൊരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ, പോലെ തന്നെ ആലപ്പുഴ, കൂടാതെ തൃശ്ശൂർ, ഇവിടെയൊക്കെ തന്നെ വലിയ പ്രതീക്ഷയുണ്ട് BJPക്ക്. പക്ഷേ അതിനൊക്കെ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് മറുവശത്ത് നിൽക്കുന്നവരെല്ലാം തന്നെ. വളരെ ശക്തമായ ഒരു സൈബർ ടീമിനെ തന്നെയാണ് ഇടതുപക്ഷം തയ്യാറാക്കുന്നതെന്നാണ് കേൾക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, സുരേഷ് ഗോപിയെ കാണാനില്ല, ഒരു പരസ്യം കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സുരേഷ് ഗോപിജി അവിടെ തന്നെയുണ്ട്. ഈ പറയുന്ന നറേറ്റീവ് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുകയാണ്, ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നറേറ്റീവ്. കാരണം അവർക്ക് എപ്പോഴും അറിയാം ഒരു നറേറ്റീവ് എങ്ങനെ സൃഷ്ടിക്കണം, അതിനെ പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് അവർക്കറിയാൻ ഒരു സംവിധാനം ഇടതുപക്ഷത്തിനുണ്ട്. ഇവരൊരു പ്ലാൻ ചെയ്ത് നറേറ്റീവ് സൃഷ്ടിക്കാൻ മാത്രം ശ്രമിക്കുകയാണ്. സുരേഷ് ഗോപിജി കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം ഡൽഹിയിൽ പോകും, കേന്ദ്ര മന്ത്രി എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന് പരിപാടികളുണ്ടാവും. അതോടൊപ്പം തന്നെ തൃശ്ശൂരും അദ്ദേഹം ശ്രമിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പരാതി കൊടുത്തവർ എന്തുകൊണ്ടാണ് വയനാട്ടിൽ പോയി പ്രിയങ്ക ഗാന്ധിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാത്തത്? പ്രിയങ്ക ഗാന്ധി കേന്ദ്രമന്ത്രി ഒന്നും അല്ലല്ലോ, പാർലമെൻറ്റിലും ആ രീതിയിലുള്ള വലിയ ഉത്തരവാദിത്വമൊന്നും അവർക്ക് കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി ഉപാധ്യക്ഷന്മാരിൽ ഒരാളല്ലേ ഉള്ളൂ, അതല്ലാതെ വേറെ വലിയ ചുമതലകളൊന്നുമില്ലല്ലോ. ആ പ്രിയങ്ക ഗാന്ധിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓഡിയോ ക്ലിപ്പ് കേട്ടു, ആ ചൂരൽമലയിൽ നിന്ന് ആരോ വിളിച്ചിട്ട് കോൺഗ്രസിൻ്റെ KSU നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ പരാതി കൊടുത്തത് നന്നായി, ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പരാതി കൂടെ എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തുകൂടാന്ന് ചോദിച്ചൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നതാണ്. സുരേഷ് ഗോപിജി അവിടെ തന്നെയുണ്ട്. സുരേഷ് ഗോപിജിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ തന്നെ അദ്ദേഹം നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി 50 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റെത് ഇന്നലെ അനൗൺസ് ചെയ്തു. അദ്ദേഹം ഇടപെടേണ്ടതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. സുരേഷ് ഗോപിജി ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? സുരേഷ് ഗോപിജി എന്ന് പറയുന്ന നായകൻ അല്ലെങ്കിൽ ഒരു നടൻ എന്നുകൊണ്ട് മാത്രമല്ല, സുരേഷ് ഗോപിജി എന്ന് പറയുന്ന വ്യക്തിത്വത്തിനുള്ളിലുള്ള ഒരു കരുണയാർന്നൊരു ഹൃദയം, ഒരു ആർദ്രത, അദ്ദേഹം എന്ന് പറയുന്നൊരു പേഴ്സണൽ വാംത്ത്,
എവിടെയെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒരു മനുഷ്യന് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓടിയെത്താൻ കാണിക്കുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അത് ജനങ്ങൾ കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ ഇവരെത്ര ശ്രമിച്ചാലും സുരേഷ് ഗോപിയിൽ നിന്ന് മാറാൻ പോകുന്നില്ല, യാതൊരു സംശയവും വേണ്ട. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുകയാണ് BJP. ഇക്കുറി തയ്യാറെടുപ്പുകൾ വളരെ സജീവമായി നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള പ്രവർത്തനമാണ് തങ്ങളുടേതെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അനൂപ് ആൻ്റണിയും അതുതന്നെയാണ് പറയുന്നത്. വെല്ലുവിളികൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് തന്നെ പതറില്ല, ശക്തമായി മുന്നോട്ട് പോവുകയാണ്. വ്യക്തമായ പദ്ധതികളുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് കേന്ദ്ര പദ്ധതികൾ അവരിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഇതായാലും നമുക്ക് കാത്തിരിക്കാം. വളരെ ശക്തമായ പോരാട്ടം തന്നെ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.